ഹായ്, ഇന്ന് ഒരു 1-2-3 പ്രോഡക്റ്റുകൾ പുതിയത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പലരും പ്രത്യേകിച്ചും ഈ ക്രിമ്പറും അയണിങ് മെഷീൻ കേളിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും സ്റ്റൈല് ചെയ്യണനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള കേൾസ് ഉണ്ടാക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള അയണിങ് മെഷീൻ കേളിംഗ് മെഷീൻ മേടിക്കേണ്ടി വരിക. അത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ ഒതുങ്ങുന്നതാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മെഷീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളാനുള്ള കാരണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ സ്റ്റൈലിങ്ങിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒരൊറ്റ മെഷീനിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റും, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ആളുകൾ വരുന്ന ഒരു കാര്യമാണ് ക്രിമ്പർ. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കണം. അപ്പോൾ ക്രിമ്പറിൽ തന്നെ പലർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമ്പ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്, ആ ക്രിമ്പറിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും കടയിൽ ആളുകൾ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ ഒരു പുതിയ 4 സൈസിൽ നമുക്ക് ക്രിമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 4-in-1 ക്രിമ്പർ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് ഹെക്ടർ എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന പുതിയൊരു ബ്രാൻഡാണ് ഹെക്ടർ. ഈ ഒരൊറ്റ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്രിമ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെഷീൻ. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് മാറി അറ്റാച്ച് ചെയ്യാവുന്ന 3 പ്ലേറ്റ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. മെഷീൻ സെറാമിക് പ്ലേറ്റാണ് വരുന്നത്. 1 ഇയർ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഈ മെഷീനിൽ കിട്ടും. അപ്പോൾ വലിയൊരു ക്രിമ്പ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ വീണ്ടും വലിയൊരു ക്രിമ്പ് കൂടി മേടിക്കേണ്ട വരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ചെറുതാണെങ്കിൽ വലുത് മേടിക്കേണ്ടി വരും, വലുതാണെങ്കിൽ ചെറുത് മേടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ തന്നെ ചെറിയ ക്രിമ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ നിലവിൽ മെഷീനിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അതുകൂടാതെ ഇനി അതിലും ചെറിയ ക്രിമ്പ് ഇനി കുറച്ച് ഏറ്റവും വലിയ ക്രിമ്പിനുള്ള, അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ മെഷീനിൽ തന്നെ ഈ 4 കാര്യങ്ങൾ, 4 ടൈപ്പ് ഓഫ് ക്രിമ്പ് ഡിസൈൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിലവിൽ മെഷീനിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അങ്ങനെ 1, 2, 3, 4 4-in-1. അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് റിമൂവ് ഇടണേന്നുള്ളതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സാധാ ഈ ബാറ്ററിയൊക്കെ ഊരുന്നത് പോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഹാൻഡ് വെക്കാനുള്ള ഒരു ഗ്രിപ്പ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളി കഴിഞ്ഞാൽ ഊരി വരും. ദെൻ റിമൂവ് ചെയ്യുക. സെയിം അതുപോലെ തന്നെ ഇവിടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി. റിമൂവ് ചെയ്യുക. ദെൻ ഊരിയെടുക്കാം. നമുക്ക് സെറാമിക്കിൻ്റെ പ്ലേറ്റാണ്. ഈ മെഷീനെ കുറിച്ചിട്ടുള്ളതും സെറാമിക്കിൻ്റെ പ്ലേറ്റിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള 1-2 വീഡിയോസ് നമ്മൾ ചൂടിന് അതിൻ്റെ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള വ്യത്യാസം കുറിച്ചിട്ടുള്ള 1-2 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടൈറ്റാനിയം പ്ലേറ്റും സെറാമിക് പ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസവും അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു ഇതല്ല വേണ്ടത്, നമുക്കൊരു ചെറിയ ക്രിമ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, വളരെ ചെറിയ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വളരെ ചെറുത് നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ തന്നെ അത് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇട്ടെടുത്തു. ദെൻ ലോക്കായി. ദെൻ അതിൻ്റെ സെയിം ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇവിടെ ഇട്ടെടുത്തു. സെയിം ബാറ്ററി ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ലോക്കായി. മെഷീൻ റെഡി. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മെഷീൻ ഇനി മേടിക്കേണ്ട ആവശ്യമില്ല. 4 ടൈപ്പ് ഓഫ് ക്രിമ്പ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ മെഷീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് 1 ഇയർ ഗ്യാരണ്ടി. ഈ മെഷീൻ്റെ വില വരുന്നത് മെഷീൻ്റെ വില
വെറും 3750 രൂപ MRP മാത്രമാണുള്ളത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു മെഷീനാണ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം കാണിക്കാൻ കാരണം. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ പലരും ചെറുതും വലുതുമായ ക്രിമ്പ് മേടിക്കാനായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു നിങ്ങളിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ബന്ധപ്പെടുക. ഇതിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഓഫറായിട്ട് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് 20% വീഡിയോയിൽ നിങ്ങൾക്ക് ഈ മെഷീൻ ലഭ്യമാണ്. ഇത്തരത്തിൽ മൾട്ടിപർപ്പസായിട്ട് ഉപയോഗിക്കാവുന്ന 4-in-1 ഹെക്ടറിൻ്റെ 4-in-1 പ്രൊഫഷണൽ ക്രിമ്പറാണിത്, സെറാമിക്കിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെഷീൻ. അടുത്തത് ഇതേ കമ്പനിയുടെ തന്നെ ടച്ച് സ്ക്രീനോട് കൂടി വരുന്ന ഒരു പ്രൊഫഷണൽ സ്ട്രെയിറ്റ്നറാണ്. ഇതിൻ്റെ MRP വരുന്നത് 4999 രൂപയാണ്. അതിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ഓഫറായിട്ട് ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കമ്പനി ഇവിടെ ഒട്ടനവധി പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്ന് അയോണിക് എഫക്റ്റ്. എനിക്ക് അയോണിക് എഫക്റ്റ് ഉള്ളതാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം. ഇലക്ട്രോണിക് ബോർഡ്. അതുപോലെ തന്നെ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ കേബിള് റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കേബിൾ ലോക്കായിട്ട് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയില്ല. അത് 360 ഡിഗ്രിയിൽ ടേൺ ചെയ്യും. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. മറ്റൊന്ന് ഫ്ലോട്ടിംഗ് ബ്ലേഡാണുള്ളത്. അതിൻ്റെ ആ പ്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക്സ് ടച്ച് പാഡുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ മെഷീൻ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ വീതിയുള്ള പ്ലേറ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്ത് തീർക്കാനായിട്ട് പലർക്കും പല കംഫർട്ടാണ്. ഈ ടൈപ്പ് ഇങ്ങനെ ഒരു വീതി കൂടിയ മെഷീനാണുള്ളത്. ഞാൻ മെഷീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിത്ത് 1 ഇയർ ഗ്യാരൻറ്റിയോട് കൂടിയാണ് വരുന്നത്. മെഷീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെഷീൻ. ഇതാണ് ഞാൻ പറഞ്ഞ വീതി കൂടിയതാണെന്ന് പറഞ്ഞത്. സാധാരണ നമ്മുടെ നോർമൽ മെഷീൻ ഉണ്ടാകുന്നതിനേക്കാളും വീതി കൂടുതലാണ്. രണ്ടാമത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാമേജ് ചാൻസ് വളരെ കുറവാണ്. മറ്റൊന്ന് ഭയങ്കര വെയിറ്റ് കുറവാണ്. വളരെ സിമ്പിൾ, നല്ല വെയിറ്റ് കുറവാണ്. ഇതാണ് അവരുടെ എംബ്ലം, ഹെക്ടർ. ഒപ്പം തന്നെ ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാനുള്ള, ഇപ്പോൾ നമ്മൾ മെഷീനൊക്കെ ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഇതിങ്ങനെ വിടുന്ന് പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. 2 ടൈപ്പിൽ ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഫുള്ളി ലോക്കായി. പിന്നെ വേണമെങ്കിൽ കുറച്ച് മാത്രമായിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മാത്രമായിട്ട് ലോക്ക് ചെയ്യാം, ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെ 2. ഇത് പ്ലേറ്റ് വീതി കൂടിയതാണ്. ഇത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ഒരു ടച്ച് സ്ക്രീനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഫുള്ളി ടച്ച് സ്ക്രീനാണ്. നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറിപ്പോവില്ല. നമ്മൾ മറ്റുള്ള മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൈ തട്ടിയിട്ട് അതിൻ്റെ കൺട്രോൾ ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിന് അങ്ങനെ ഒരു സംഭവമില്ല. ഞാനിത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഉണ്ടോ, ഇതെങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സ്വിച്ച് ഇടുമ്പോൾ തന്നെ ആ കമ്പനിയുടെ പേരും സഹിതം ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഉണ്ടോ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിക്കുക, ഓണാവും. അപ്പോൾ അതിൽ അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് കാണിച്ചു തുടങ്ങി. ഓട്ടോമാറ്റിക് 230 ഡിഗ്രി സെൽഷ്യസിലേക്ക് മെഷീൻ വരും. ദെൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വിത്തിൻ 30 സെക്കൻഡിൽ മെഷീൻ ഫുള്ള് ചൂടാവും. വളരെ വെയിറ്റ് കുറവാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് കാണുന്നതുണ്ട്, ലോക്കായിട്ടുള്ള അവസ്ഥയിലാണ് കാണുന്നത്. കാണാമോ? ഉണ്ടോ? ലോക്കായിട്ടുള്ള അവസ്ഥയിലാണ് മെഷീൻ ഉള്ളത്. ഇപ്പോൾ 190 ഡിഗ്രി ആണ് ഇപ്പോൾ ചൂട് വെച്ചത്. നമുക്കിനി അതിൻ്റെ ചൂട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടില്ല. കാരണം ഈ എംബ്ലം കണ്ടോ, ഇത് ലോക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രസ് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ എംബ്ലം ഓപ്പണായി. നോക്കിക്കോളൂ, ഞാൻ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിറ്റിക്കണം. പ്രസ്സിൽ പിടിച്ചിട്ട് താഴേക്ക് വലിച്ചിട്ടുണ്ടോ, ഇപ്പോൾ എംബ്ലം ഓപ്പണായി. ദെൻ പ്രസ്സിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 230 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചറിലേക്ക് വരും. ദെൻ അത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ഇപ്പോൾ ലോക്കായി. ഇനി നമ്മളിവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുകയോ കുറയോ ഒന്നും ചെയ്യില്ല. ഓഫായി പോവോ, മെഷീൻ ടച്ച് ചെയ്തുകൊണ്ട് ഓഫായി പോവോ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇത് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രസ്സിൽ നിന്ന് മൈനസിലേക്ക്
ഇതുപോലെ വലിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കാം. അത് അൺലോക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ലോക്കായിരിക്കുന്ന അവസരത്തിൽ നമുക്കിത് ഓഫ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ആദ്യം തന്നെ ഇത് അൺലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ പ്രസ്സിൽ പിടിച്ചിട്ട് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി. ദെൻ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓഫായി. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു മെഷീനാണ്. നല്ല ഫിനിഷിംഗ് ആണ്. നമ്മളിവിടെ ചെയ്ത് നോക്കി. സെറാമിക്കിൻ്റെ പ്ലേറ്റാണുള്ളത്. പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല വീതിയുള്ള പ്ലേറ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു മെഷീനാണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിലൊരു ഇച്ചിരി മറ്റുള്ള സാധാരണ കാണുന്ന മെഷീനിൽ നിന്ന് പ്രത്യേകതയോടെ വന്നൊരു മെഷീനാണ്. അടുത്തത് ഇതേ കമ്പനിയുടെ തന്നെ ഒരു മൾട്ടിപർപ്പസ് നമുക്ക് കേൾ ചെയ്യാനുള്ള ഒരു മെഷീനാണ്. മൊത്തം 1, 2, 3, 4, 5, 6 ടൈപ്പ് ഓഫ് കേൾസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ നമുക്കൊരു ബാഗിലൊക്കെ വളരെ സിമ്പിളായിട്ട് വെച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ടൈപ്പുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. അതിൽ നമുക്ക് ലഭിക്കുന്നത് 25 mm കനം വരുന്ന ഒന്നുണ്ടാവും. പിന്നെ സ്പൈറൽ ബാരൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും. ബബിൾ ബാരൽ, ഈ കാണുന്നുണ്ടോ, സ്പൈറൽ ബാരൽ, ബബിൾ ബാരൽ, ഇങ്ങനത്തെ കേൾസ് ഇപ്പോൾ കുറേ ആളുകൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കാണാം. ദെൻ ഇത് 32 mm, 18 to 9 mm, അതായത് അത് കോണിക്കൽ ടോങ് ആണ്. അറ്റത്തേക്ക് വരുന്തോറും വിട്ട് കുറഞ്ഞു വരും. ദെൻ 19 mm, അങ്ങനെ ഇത്രയും കൂടിയിട്ട് മൊത്തം 6 ടൈപ്പ് ഓഫ് കേൾസ് നിങ്ങൾക്ക് ഒറ്റ മെഷീൻ മേടിച്ചാൽ നടക്കുന്നതാണ്. അതിൻ്റെ വില വരുന്നത് 7749 രൂപയാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഏറ്റവും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മെഷീൻ ഒറ്റ ഇതിൽ നടക്കുന്ന മാത്രമല്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടോ, സിമ്പിളായിട്ട് നിങ്ങളുടെ മേക്കപ്പ് ബാഗിൽ തന്നെ എടുത്തു വയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെഷീൻ. വളരെ ചെറിയ പാക്കിൽ നിങ്ങൾക്ക് എവിടെ വേണേലും വർക്കൊക്കെ ഉള്ള സമയങ്ങളിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ഉണ്ടാവും അവരുടെ ബ്രാൻഡിൽ തന്നെയുള്ള. ഒപ്പം ഈ കാണുന്നതാണ് അവരുടെ 6 കേൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ 6 കേൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ടോങ്സ്. അതിൽ ഞാനിപ്പോൾ ഒരെണ്ണം ഈ ചെറുത് ഒക്കെ ഇപ്പോൾ ആൾക്കാർ സെപ്പറേറ്റ് മേടിക്കാനായിട്ട് എല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇത് 7, എനിക്ക് 6 കാര്യങ്ങൾ ഒറ്റ ഇതിൽ നടക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത ഇതും അതേപോലെ തന്നെ 360 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യണതുകൊണ്ട് തന്നെ ഡാമേജിനുള്ള സാധ്യത കുറവാണ്. ഒപ്പം ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് ഉണ്ടാവും. ഒപ്പം ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നോക്കിയിട്ട് പ്രസ് ചെയ്യുക, ദെൻ വിടുക, ലോക്കായി. അയണിങ് മെഷീൻ ഒരെണ്ണം റെഡിയായി. കേളിംഗ് മെഷീൻ 1 റെഡിയായി. ഏറ്റവും ചെറുത് കോണിക്കൽ ടോങ്ങുള്ളൊന്ന്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ചിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് റിലീസായതായിട്ടും കാണാൻ പറ്റും. ദെൻ റിലീസായി റിമൂവ് ചെയ്യുക. അതിന് പകരം നമുക്കിപ്പോൾ വേറെ ഒന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ തന്നെ എടുക്കുക. ഇതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്യുക, ജസ്റ്റ് റിലീസ് ചെയ്യുക, ഇവിടെ ലോക്കായി. ഇതും അങ്ങനെ റിലീസ് ചെയ്യാൻ നേരത്തെ അതുപോലെ തന്നെ പ്രസ് ചെയ്യുക, റിമൂവ് ആയി. അങ്ങനെ നമുക്ക് 6 ടൈപ്പ് ഓഫ് കേൾസ് ഒറ്റ മെഷീൻ മതി. ഇതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന ഒരു ബാഗിൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടു കിടക്കാൻ കഴിയാവുന്ന രീതിയിലാണ്. ഇതിനും 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും. ഈ കമ്പനിയുടെ ഒട്ടനവധി പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു 2-3 പ്രൊഡക്റ്റ് സംതിങ് സ്പെഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നൊരു നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ്. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണെന്ന് തോന്നിയ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മിഡാസിലേക്ക് വരുമ്പോൾ കാണാം. തൽക്കാലം ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, താഴെ കമൻ്റായിട്ട് ഇടുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് അപ്ഡേഷനും കാര്യങ്ങളും വരും. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. ഇനി വീണ്ടും കാണുന്നവരെ ബൈ.